നമസ്കാരം. കുട്ടികളെ ഹാപ്പിയാക്കുന്ന സറൗണ്ടിങ്സ് ആണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഹെവൻ. അത്തരം സറൗണ്ടിങ്സ് ഒരുക്കി കൊടുക്കുക എന്നത് പേരൻസിൻ്റെ ഡ്യൂട്ടി കൂടിയാണ്. ഞാൻ എൻ്റെ തനുവിന് ഒരുക്കുന്ന ഹെവൻ്റെ ഭാഗമാവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തനുസ് ഹെവനിലേക്ക്. ഇതാണ് എൻ്റെ തനു. വയസ്സ് 3.5. പ്രീ സ്കൂളിലാണ് പഠിക്കണേ. തനുവിൻ്റെ ഒരു ദിവസത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തനുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിരിക്കും അത്. രാവിലെ എണീക്കാനുള്ള തത്രപ്പാടിലാണ് കക്ഷി. സാധാരണ രാവിലെ കരഞ്ഞും വാശി പിടിച്ചും എണീക്കാറുള്ള തനു ഇന്നിങ്ങനെ ചിരിച്ചെണീക്കാനൊരു കാരണമുണ്ട്. തനു പഠിക്കുന്ന സ്കൂളിലെ ക്രിസ്തുമസ് സെലിബ്രേഷനാണിന്ന്. ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഉത്സാഹത്തിലായിരുന്നുകൊണ്ട് വേഗം തന്നെ എഴുന്നേറ്റു. സ്കൂളിൽ പോയിട്ട് കേക്ക് മുറിക്കണ്ടേ തനുവോ? ഇത് കേട്ടതും ആൾ ചാടി എഴുന്നേറ്റു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടുത്ത കടമയാണ് ബ്രഷ് ചെയ്യൽ. ബ്രഷ് ചെയ്യാതെ അമ്മയുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും കിട്ടൂല എന്നറിയുന്നതുകൊണ്ട് മടി കൂടാതെ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. സാറ്റിസ്ഫാക്ഷന് വേണ്ടി അമ്മയുടെ ഒരു വെളുപ്പിക്കലും കൂടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാലേ ബ്രഷ് ചെയ്യൽ പൂർത്തിയാവും. അടുത്ത പരിപാടി കുളിയാണ്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് തനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നൊരു നിർബന്ധങ്ങളൊന്നുമില്ല. ഇഡലി, ദോശ, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇവ മാറി മാറി ഉണ്ടാക്കുകയാണ് പതിവ്. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനുവിൻ്റെ അഭിപ്രായം ചിലപ്പോൾ ഇഡലിയും സാമ്പാറും എന്നാവും. മുന്നിലൊരു ഡിസ്ക്രിപ്ഷനും കാണും, അച്ചമ്മ ഉണ്ടാക്കുന്ന ഇഡലിയും സാമ്പാറും എന്ന്. അച്ചമ്മയുടെ അടുത്ത് പോയി എന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടി അമ്മ ഉണ്ടാക്കുന്നത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ നല്ല നെയ്യിട്ട് മൊരിയിച്ചെടുത്ത ദോശയും ചമ്മന്തിയാണ്. അത് കഴിക്കാനും കുട്ടിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, തനിയെ കഴിച്ചോളും. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചായും തന്നെ കൊണ്ടുപോകാറ്. ചോറ് കൊണ്ടുപോയാൽ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരും. ഇതാണെങ്കിൽ മിക്കവാറും ഫിനിഷ് ആക്കിയിട്ടേ കൊണ്ടുവരാറുള്ളൂ. ചായ, കാപ്പി, പാല് ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തു തന്നെയായാലും കുടിക്കാൻ വെള്ളം മതി. ഇതാണ് തനുവിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം. അമ്മ തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനറും. ഇനിയുള്ള ഒരുക്കങ്ങളിൽ ആരും കൈകടത്തുന്നത് തനുവിന് തീരെ ഇഷ്ടമില്ല. ആരെങ്കിലും സഹായിക്കാൻ ചെന്നാലോ റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തും. അതുകൊണ്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചോദിക്കുന്നത് വരെ ആരും അതിൽ ഇടപെടാറില്ല. സ്കൂളിൽ ലേറ്റ് ആകുന്ന മിക്ക ദിവസങ്ങളിലെയും കാരണം ഇതുതന്നെയായിരിക്കും. സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, കർച്ചീഫ് ഇത്രയും സാധനങ്ങളാണ് സ്കൂൾ ബാഗിൽ കൊണ്ടുപോകേണ്ടത്. ഇതെല്ലാം ടേബിളിൽ എടുത്തു വെച്ചാൽ മാത്രം മതി. ബാഗിൽ വെക്കുന്നത് സ്വന്തം ഡ്യൂട്ടിയാണ്. ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ പ്രമാണിച്ച് ലഞ്ച് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലഞ്ച് കൊണ്ടുപോകുന്നില്ല. തനുവിൻ്റെ സ്കൂൾ ഡേയ്സിൽ അവൾക്ക് ആദ്യം കിട്ടിയ ട്രെയിനിങ് സ്വന്തമായി ചെരുപ്പിടാനും അഴിച്ചു വയ്ക്കാനുമാണ്. കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആകാൻ പഠിപ്പിക്കുന്നതിൻ്റെ ആദ്യ പാഠം. എൻ്റെ തനു ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നു. ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും ക്രിസ്മസ് ക്യാപ്പും നേരത്തെ തന്നെ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റായിരിക്കും തനിക്ക് കിട്ടുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ തനുവിന്.
ഇനി അമ്മയുടെ കൂടെ നേരെ സ്കൂളിലേക്ക്. സ്കൂളെത്തിയതും ബാഗും കൊണ്ട് അമ്മ പുറകെ വന്നാൽ മതിയെന്നും പറഞ്ഞ തനു ക്ലാസ്സിലേക്ക് ഒറ്റയോട്ടം. അവിടെ നിൽക്കുന്ന 2 പേരെ കണ്ടോ? അവർ 2 പേരും തനുവിൻ്റെ മാമന്മാരാണേ. 2 പേരുടെയും മക്കളിവിടെ പഠിക്കുന്നുമുണ്ട്. ഇവർ 3 പേരും ചേർന്ന് അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ രാമൻ. തനുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തനുവിൻ്റെ അനിയൻകുട്ടൻ. പരിചയപ്പെടാനുള്ള അംഗങ്ങൾ ഇനിയുമുണ്ട്. അവരെ വഴിയെ പരിചയപ്പെടാം. സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഹാമ്പറും കൊണ്ടുള്ള വരവ് കണ്ടാലേ അറിയാം ആഘോഷം തകർത്തിട്ടുള്ള വരവാണ്. പക്ഷേ വിശേഷങ്ങൾ അറിയണമെങ്കിൽ വൈകിട്ട് മിസ് വീഡിയോ അയക്കുന്നത് വരെ കാത്തിരിക്കണം. വീട്ടിലെത്തി ഗിഫ്റ്റ് ഹാമ്പർ തുറന്നു നോക്കുന്നത് വരെ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല തനുവിന്. തുറന്നപ്പോഴുണ്ടായ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല താനും. കുട്ടികളുടെ മനസ്സറിഞ്ഞ് തയ്യാറാക്കിയ പോലെയായിരുന്നു ആ ഗിഫ്റ്റ്. കളിക്കാനും പഠിക്കാനും കഴിക്കാനും ഉള്ളതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഗിഫ്റ്റ്. ഇതാണ് തനുവിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ്. അതും തനുവിന് ഒത്തിരി ഇഷ്ടമായി. ഗിഫ്റ്റ് അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് എണീറ്റുള്ള രംഗമാണ് ഈ കാണുന്നത്. പാലും ചായയും കുടിക്കാത്തതുകൊണ്ട് സ്ഥിരമായി ഒരു ജ്യൂസ് കുടിക്കും. അതിൻ്റെ കൂടെ എന്തേലും കഴിക്കും. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് ബ്രൗണിയാണ് കഴിക്കുന്നത്. അടുത്ത വീട്ടിലെ ചേച്ചിമാരുടെയും ചേട്ടൻ്റെയും കൂടെയാണ് തനു ഈവനിങ് കളിക്കാറ്. ഇന്നവരാരും ഇല്ലായിരുന്നതുകൊണ്ട് തനു കളിക്കാൻ കൂടെ കൂട്ടിയത് അമ്മയെയാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ ബബിൾസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈവനിങ് മുഴുവൻ ബബിൾസിൻ്റെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ചൊല്ലണം. നാമം ചൊല്ലിക്കഴിഞ്ഞ് കുറച്ചു നേരം തനു കളിക്കും. കളിയൊക്കെ കഴിയുമ്പോഴേക്കും തനുവിൻ്റെ ഡിന്നറിൻ്റെ സമയമാവും. അമ്മ ശരിക്ക് വീഡിയോ എടുത്തോ, ഞാൻ നന്നായിട്ട് അഭിനയിക്കാം. അത് കഴിഞ്ഞ് അമ്മ വാരി തന്നാൽ മതി. അതാണ് ഉദ്ദേശം. ചോറ് കഴിക്കാൻ പൊതുവെ മടിയായതുകൊണ്ട് അമ്മ വാരിക്കൊടുക്കലാണ് പതിവ്.
ഇന്ന് വീഡിയോ പിടിക്കലിൻ്റെ ഭാഗമായി പകുതിയോളം തനിയെ വാരി കഴിച്ചു. ഡിന്നറെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ക്രിസ്മസ് കരോൾ വന്നത്. സാന്റയുടെ കയ്യിൽ നിന്ന് തനുവിന് കുറച്ച് ചോക്ലേറ്റ്സും കിട്ടി. മുറ്റത്ത് ഓടി നടന്ന് കളിക്കാനും ചെടികൾ നടാനും നനയ്ക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന എൻ്റെ തനുവിന് രാത്രി സമയം ചിലവഴിക്കാൻ വലിയ പാടാണ്. ഇനി ഒറ്റയ്ക്കുള്ള കളികളാണ് ഉറങ്ങുന്നത് വരെ. തനുവിന് കഴിക്കാൻ പൊതുവെ ഇഷ്ടമുള്ള ഒന്നാണ് ഫ്രൂട്ട്സ്. തനു മിക്ക ദിവസം സ്കൂളിൽ സ്നാക്സിന് ഫ്രൂട്ട്സ് തന്നെയാണ് കൊണ്ടുപോകാറും. രാത്രിയിലെ കളികളുടെ ഇടയിലും വീട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മറച്ചിടുന്നത് കളിക്കാനുള്ള കളിപ്പാട്ടത്തിന് വേണ്ടിയൊന്നുമല്ല. ഒരാവശ്യമില്ലെങ്കിലും ഇതിങ്ങനെ മറച്ചിട്ട് അമ്മയ്ക്ക് പണി കൊടുത്തില്ലെങ്കിൽ തനുവിന് ഉറങ്ങാൻ പറ്റില്ല. പിന്നീട് അങ്ങോട്ട് ഉറങ്ങാനുള്ള ഒരുക്കങ്ങളായി. ചില ദിവസങ്ങളിലെ അനാവശ്യ വാശികൾ ഒഴിച്ചാൽ സ്കൂളിൽ പോകുന്ന തനുവിൻ്റെ ഒരു ദിവസം മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എൻ്റെ തനുവിനെ കുറച്ചെങ്കിലും മനസ്സിലായി കാണും. തനുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയുമായി വരാം. അതുവരെ ബായ്.